എന്തുണ്ട് വിശേഷം? ഇന്ന് ഞാൻ റേഷനരി വെച്ച്, നമുക്കൊക്കെ 15 കിലോ റേഷനരി സൗജന്യമായിട്ട് സർക്കാർ തന്നല്ലോ. അപ്പോൾ ആ റേഷനരി വെച്ച് ഞാൻ നല്ല മൊഞ്ചുള്ള നെയ്ച്ചോറ്, മൊഞ്ച് മാത്രമല്ല കേട്ടോ, വല്ലാത്ത ടേസ്റ്റുമാണ്, നെയ്ച്ചോറ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ 2 ഗ്ലാസ് അരിയാണ് നെയ്ച്ചോറിനായിട്ട് എടുത്തിരിക്കുന്നത്. നമ്മൾ ഈ അരി എടുക്കുമ്പം അത് നന്നായിട്ട് ചൂടുവെള്ളത്തിൽ, തിളച്ച വെള്ളം തന്നെ ഒഴിച്ച് കുറേ നേരം വെച്ചിരിക്കണം. അതിൻ്റെ ആ ഒരു മണം അങ്ങ് മാറിക്കിട്ടാൻ വേണ്ടിയാണ്. അപ്പം നന്നായിട്ട് കഴുകി എടുത്ത് വാർന്ന് വെച്ചിരിക്കണം അവിടെ. അതിനുശേഷം നമുക്ക് 2 സ്പൂണ് നെയ്യ് ഒഴിച്ച് നന്നായിട്ട് വഴറ്റി അതിനകത്ത് ഈ ഏലക്ക, കറുവപ്പട്ട, ഗ്രാമ്പൂ ഒക്കെ ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്കൊരു സവാള അരിഞ്ഞത് ഇട്ട് കൊടുത്ത് നന്നായിട്ടത് വറുത്ത് കോരി മാറ്റി വെക്കാം. അപ്പം നമ്മുടെ അരി അവിടെ വെള്ളത്തിൽ കിടപ്പുണ്ടെന്നുള്ള കാര്യം മറക്കണ്ട. അപ്പം സവാള വറുത്ത് കോരി ഇനി വീണ്ടും 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് നമ്മൾ വാർന്ന് വെച്ചിരിക്കുന്ന അരി ആ നെയ്യിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അത് ഇളക്കി ചേർത്ത് കൊടുക്കുക. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 10 മിനിറ്റോളം ആ അരി ആ നെയ്ക്കകത്ത് കിടന്ന് നന്നായിട്ട് കണ്ട് ഒരു ബ്രൗൺ കളറായിട്ട് മാറി നല്ല മൊരിഞ്ഞ് വരും. മൊരിഞ്ഞെന്ന് വെച്ചാൽ നല്ല ഫ്രൈഡായിട്ട് വരണം. നമുക്കത് കാണുമ്പോൾ അറിയാം, ഒന്നിലൊന്നിൽ തൊടാതെ. അപ്പോൾ ഈ സമയത്ത് നമുക്കൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിരിക്കണം. അതിൽ ഉപ്പിട്ടിരിക്കണം, 1 സ്പൂൺ ഉപ്പ്. അപ്പം ഞാൻ 2 ഗ്ലാസ് അരിക്ക് 5 ഗ്ലാസ് വെള്ളമാണ് തിളപ്പിക്കാൻ വെച്ചത്. ഏകദേശം 4 ഗ്ലാസ് വെള്ളം ഞാനിതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇത് ആദ്യമായിട്ട് ഞാൻ ചെയ്തതാണ്, അതുകൊണ്ട് എനിക്ക് കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് 1 ഗ്ലാസ് വെള്ളം ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുക. ഒരു വലിയ സ്പൂൺ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെള്ളത്തിൽ ഉപ്പിടാൻ മറക്കണ്ട. എന്നിട്ട് നമ്മളിത് അടച്ചങ്ങ് വെച്ചിരുന്നാൽ മതി. ഒന്ന് ഇളക്കി നന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അടച്ചു വെക്കാം. എന്നിട്ട് ഇടയ്ക്ക് ഞാൻ അതിൻ്റെ വേവ് നോക്കാൻ വേണ്ടി തുറന്നു. ബാക്കിയിരുന്ന വെള്ളവും കൂടെ ഞാനതിൽ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ മൊത്തം 5 ഗ്ലാസ് വെള്ളം നമ്മൾ ഈ 2 ഗ്ലാസ് അരിക്ക് 5 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെക്കാം. കണ്ടോ, നമ്മുടെ ചോറ് ഏകദേശം ഒരു 15 മിനിറ്റിനകം ചോറ് റെഡിയായി. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവാളയും ക്യാരറ്റും ബീൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഇടാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ അതൊന്നും ഇല്ലായിരുന്നു, ഞാൻ ഉള്ളത് കൊണ്ട് തയ്യാറാക്കിയതാണ്. അപ്പോൾ നന്നായിട്ടിത് ഇളക്കി ചേർത്ത് കൊടുക്കാം. നല്ല ഒന്നിലൊന്ന് തൊടാതെ നമ്മുടെ ജീരകശാല അരി കൊണ്ടുള്ള നെയ്ച്ചോറില്ലേ, അതുപോലെ ഇരിക്കും. നമ്മൾ ആരോടും ഒന്നും പറയാതെ ഇത് കൊണ്ട് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആരും ഐഡൻറ്റിഫൈ ചെയ്യത്തില്ല ഇത് റേഷനരിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര ടേസ്റ്റാണ്, നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വിഭവമാണ് ഈ റേഷനരി കൊണ്ടുള്ള ഈ നെയ്ച്ചോറ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. മറ്റുള്ളവർക്കായിട്ടിത് ഷെയർ ചെയ്ത് കൊടുക്കണം. കണ്ടോ, എൻ്റെ മക്കളിരുന്ന് ആസ്വദിച്ച് കഴിക്കുന്നുണ്ടോ? അപ്പോൾ പുതിയൊരു വിഭവമായിട്ട് വരുന്നത് വരെ താങ്ക് യു, ബൈ ബൈ.